ഞാൻ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഞാനൊരു പയ്യനെ എനിക്കറിയാം. അവനിങ്ങനെ ബൈക്കിന് വന്നിട്ട് അമ്മിച്ചയെ പള്ളിയിലാക്കും. അവൻ വിട്ടടിച്ചു പോകും. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് സംശയം, ഇവന് കുർബാനയിൽ പങ്കെടുക്കുന്നില്ലേ? അപ്പൊ ഞാൻ ഇവനെ പിടികൂടി ചോദിച്ചു കഴിഞ്ഞപ്പോ ശരിയാണ്, അവന് കുർബാനയ്ക്ക് അമ്മിച്ചയെ കൊണ്ടുവന്നാക്കും, പക്ഷെ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. അതിങ്ങനെ പല സ്ഥലത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പല യുവാക്കളുടെ ഇടയിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കോവിഡ് കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന യുവാക്കളുടെ എണ്ണം, യുവാക്കൾ പോകട്ടെ, അമ്മമാരും അപ്പന്മാരും അതൊരു സുഖമായിട്ട് ഇരുത്തിയിരിക്കുന്ന ഈ പള്ളിയിലുള്ള അച്ഛന്മാരുടെ അറിയിപ്പും ഈ പ്രസംഗം കേൾക്കണാനുണ്ട് ഇത് അരമണിക്കൂറിൽ തീരുന്ന കുർബാനയും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുർബാനയും കഴിഞ്ഞു. കുർബാന സ്വീകരണം നാവ് നീട്ടിയാൽ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഇതാണ് യഥാർത്ഥത്തിൽ. നിങ്ങളുണ്ടാക്കുന്ന വീട് അവർക്ക് വേണ്ട, നിങ്ങൾ തന്നെ അത് കിടന്ന് മരിക്കുമെന്ന് ഉറപ്പില്ല. പിന്നെയാണ് മക്കൾക്ക് ആ വീട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പില്ല എന്ന്, പിന്നെയാണ് മക്കൾ ജീവിച്ചു മരിക്കാൻ പോണേ. തലമുറകൾ അങ്ങനെയായി. ശരിക്കും പറഞ്ഞാൽ ഒരു പുറത്തേക്ക് പോവുകയും ജോലി ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുന്നു ഒക്കെ കാലഘട്ടങ്ങൾ മാറി വരുമ്പോഴുണ്ട്. ഞാനിപ്പോ കുർബാനയ്ക്ക് മുമ്പ് വന്നപ്പോൾ അച്ഛൻ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പൊ ഞാനിന്ന് മനസ്സ് വിചാരിക്കായിരുന്നു, ആരെങ്കിലും ഒരു നിയോഗം ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, സ്വർഗരാജ്യം പോകാൻ പറ്റാത്ത, മാനസാന്തരപ്പെടാത്ത 1000 പേർക്ക് വേണ്ടി ഇന്നേ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഒരു നിയോഗനം കണ്ടില്ല. അതിലുണ്ടായ നിയോഗങ്ങൾ രോഗം മാറണം, പിന്നെ പുറത്തേക്ക് പോകണം, തടസ്സങ്ങൾ മാറണം, സ്ഥലം വിൽക്കണം, ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. രോഗം, തലവേദന മാറുന്നേ, തലവേദന മാറി കഴിഞ്ഞാൽ പല്ലുവേദന വരും. പിന്നെ ശരിക്കും പറഞ്ഞു അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ട്. ശരിക്കും പറഞ്ഞു അത് മാറാനൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭൗതികമായിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിയോഗങ്ങളും വിശുദ്ധരെയും കൂട്ടുപിടിക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വേണ്ടിയാണ്. ഒരുപാട് കുടുംബങ്ങളെ തകർച്ചയുണ്ട്. ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയേക്കാൾ കൂടി മാനസിക തകർച്ചയുണ്ട്. ഒരുമിച്ച് ചേരാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെ പുനരുദ്ധാരണം നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആത്മസംഘർഷം അനുഭവിക്കാൻ പറ്റണ്ടേ? നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട അതിനുവേണ്ടിയാണ്. ഒരുപക്ഷെ മക്കളും മാതാപിതാക്കളും കൂടിച്ചേരാൻ പറ്റാത്തതല്ല, ഇടവ സമൂഹത്തിലേക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതെ വിശ്വാസമില്ലാത്ത ഒരുപാട് പേരെ ഈ ഇടവ സമൂഹത്തിൽ കണ്ടേക്കാം. അവരെ കൂട്ടിപ്പിടിക്കാനും അവർക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും പറ്റുമ്പോഴാണ് യൂദാത്ത ദിവസനെ കഷ്ടപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താത്ത നമ്മൾ തന്നെ വേർതിരിച്ച് അസാധ് കാര്യം യൂദാത്ത ദിവസം കാണാതായി കാരണം അന്തോണി സുനാളൻ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നിടത്തൊക്കെ ബോർഡുകളാണ് 1,00,000 ഊട്ടുതിരുന്നാൾ. 1,00,000 പേര് ഊട്ടുതിരുന്നാൾ കഴിച്ചിട്ട് ഈ 1,00,000 പേരെങ്കിലും വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പ്രധാനപ്പെട്ട കാര്യം. 1,00,000 പേർക്ക് ഊട്ടുതിരുന്നാൾ ഭക്ഷണം കൊടുത്തോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ 1,00,000 പേര് ഭക്ഷണം കഴിച്ചവര് നാളെ മുതൽ സ്ഥിരമായി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയുടെ പൂർണ്ണത എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബലിയിൽ പങ്കെടുക്കുന്നവര്, സ്ഥിരമായി പങ്കെടുക്കുന്നവര്, നമ്മള് വൈദ്യന് ഉയർത്തുന്ന കാസയിലും പിലാസയോടൊപ്പം നമ്മൾ പറയുന്നത് ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കെന്ന് പറയുകയാണ്. ഇതെന്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുമെന്ന് പറയുമ്പോൾ ആമേൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? ആമേൻ എന്ന് പറയുന്നുണ്ട്. ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ പൂർത്തീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങൾ അങ്ങനെ ഈ ഇടവേട അതിർത്തിയിലൂടെ കടന്നു പോകുമ്പോ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഓരോ ഭവനത്തിലേക്കും ഓരോ വഴിയിലൂടെയും കടന്നു പോവുകയല്ലേ? ഓരോ വീടുകളും കാണുമ്പോൾ അവരെ രോഗികളായിട്ടുണ്ടല്ലോ, അവരെ ദിവ്യകാരുണ്യ ഈശോയെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇവിടെ വിശ്വാസമില്ലാത്ത ഒരു കുടുംബമുണ്ട്, അവിടുന്ന് അപ്പച്ചൻ ദേവാലയത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് അവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. ഒരു മകൻ ആ കുടുംബത്തിലുണ്ടല്ലോ, ആ കുടുംബത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തതല്ല, പക്ഷെ അവന് വിശ്വാസക്കുറവുണ്ട്, അവനെ അതിലേക്ക് വളർത്തണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ കുടുംബങ്ങൾ മുഴുവനും അനുഗ്രഹിക്കുന്ന ദിനങ്ങളായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിക്കും. അത്രയും അനുഗ്രഹം ആർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അപ്പൊ അങ്ങനെ നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ അനുഭവത്തിലേക്ക് വളരാൻ പറ്റണം. അതൊക്കെ ആയിരിക്കണം നമ്മുടെ ആത്മസംഘർഷം എന്ന് പറയുന്നത്. അല്ലാതെ സ്ഥലം വിറ്റു പോകണം, മക്കളെല്ലാവരും കൂടി പുറത്തേക്ക് പോകണം, ഇതൊക്കെ യൂദാത്ത ദിവസവും അന്തോണീസ് പുണ്യാളനായിട്ടും സകല വിശുദ്ധരായിട്ടും സാധിച്ചു തന്നു.
നമ്മുടെ ചൊവ്വാഴ്ചകളിലുള്ള അന്തോണീസ് പിണ്ടാളിന്റെ അടുത്തേക്കും വ്യാഴാഴ്ചയുള്ള യുദാത്ത ദിവസത്തിന്റെ അടുത്തേക്കും ഒക്കെ ആളുകൾ ഓടിക്കൂടാറുണ്ട്. ഞാൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ലൈവ് പോണതിനോട് എനിക്ക് പറയാൻ പേടിയാണ്, പക്ഷെ എങ്കിലും വിരോധം എന്നുള്ള കാര്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇടവയിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ അന്തോണീസ് പിണ്ടാളിന്റെ ഒരു പള്ളിയാണ്, കപ്പേളയുണ്ട്. അവിടെ നൊവേനയ്ക്ക് അധികം പേരെ കാണാറില്ല. അവരെല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകും. സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അവരോട് ഇടവകയിൽ അനൗൺസ് ചെയ്തു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ കപ്പേളയിൽ ഇരിക്കുന്ന അന്തോണീസ് പിണ്ടാളൻ ഇന്ന സ്ഥലത്തുള്ള അന്തോണീസ് പിണ്ടാളിന്റെ ഇളയപ്പൻ്റെ മകനെങ്കിലും ആയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ വൈകിട്ട് ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല, ഇവരെല്ലാവരും വേറെ സ്ഥലത്തേക്കാണ്. അവിടെ അന്തോണീസ് പിണ്ടാളൻ, ഇവിടെ അന്തോണീസ് പിണ്ടാളൻ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഇന്ന സ്ഥലം ഇന്ന രൂപം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ചിന്ത വളരുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, അതൊക്കെ നടന്നു. നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച കാര്യം എല്ലാവരും രക്ഷപ്പെടുന്നു, എല്ലാവരും പുറത്തേക്ക് പോയി. ഇപ്പം നമ്മൾ ഇത് നമ്മളെ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മസംഘർഷം എന്ന് പറയുന്നത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്തവരെ പറ്റി, ഇടവോട് ചേർന്ന് നിൽക്കാത്തവരെ പറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായിട്ട് ചിന്തയേക്കാൾ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നിലനിൽക്കുമ്പോൾ അതെല്ലാം ഭൗതികമായിട്ട് നടക്കും. അല്ലാതെ നമ്മുടെ ഇടവയില് കുടിശ്ശിക തരാത്ത 2-3 പേരുണ്ട്, അവരെന്ന് ശരിയാക്കിയിട്ടുള്ള കാര്യമൊന്നും. അവരടച്ചാൽ തന്നെ അവരെ കുഴിമാടത്തിൽ പോലെ അടക്കുള്ളൂ എന്നുള്ള ചിന്താഗതിയല്ല. ഊട്ടുതിരുനാളിന് ഒരു 10 രൂപയും തരാത്തുണ്ട്, അവൻ ഭക്ഷണം കഴിക്കാൻ വരേണ്ടത് ഞാൻ നോക്കി നിൽക്കും, ഇങ്ങനെയുള്ള ചിന്താഗതി ഈ ഇടവയിലല്ല, വേറെ ഇടവയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അതാണ് ആഗ്രഹിച്ചത്. കാരണം യുവതലമുറയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും നമ്മളുടെ മുൻഗണനകൾ ഒരിക്കൽ പോലും വിട്ടുപോകരുത്. നമുക്കതുകൊണ്ട് വിശുദ്ധ കുർബാന അവരെ പങ്കെടുപ്പിക്കുന്ന നല്ലവരായിത്തീരാൻ പറ്റണം. ജപമാല അവർക്ക് കയ്യിലേന്തി കൊടുക്കാൻ പറ്റണം. വിശുദ്ധ ഗ്രന്ഥമാരെ കൂടെ ഈ 3 കൊടുത്താൽ ഏത് കുടുംബവും മക്കൾക്ക് വിശ്വാസത്തിന്റെ കൈമാറ്റമായി. വേറെന്തു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളോട് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ മാതാപിതാക്കളെ ആഗ്രഹിച്ച ജോലിയാണോ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ച ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയിലാണോ നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ പറ്റി ഇന്ന ജോലി ചെയ്യണമെന്നും ഇന്നത് പഠിക്കണമെന്നും നിങ്ങൾ എന്തിനാ ആഗ്രഹിക്കുന്നു? ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അതേപോലെ നടപ്പിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു നിമിഷം കണ്ണടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം.